കുഞ്ഞോളെ, മെറ്റലർജിക്കൽ പ്രോസസ്സിൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് നമ്മളുള്ളത് അല്ലേ? ഇതാണ് എക്സ്ട്രാക്ഷൻ ഓഫ് ക്രൂഡ് മെറ്റൽ ഫ്രം ദി കോൺസെൻട്രേറ്റഡ് ഓർ. അപ്പോൾ ഈ സ്റ്റെപ്പ് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഭൂരിഭാഗം ഗ്യാങ് പാർട്ടിക്കിൾസും നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്, എന്നാലും ലേശം ബാക്കിയുണ്ട്. ഓക്കെ, അത് നമ്മൾ റിമൂവ് ചെയ്യാൻ പോവാണ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ, മെറ്റലർജിക്കൽ പ്രോസസ്സിന്റെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ രണ്ട് പ്രോസസ്സുകൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഒന്നെന്താണ്? കൺവേർഷൻ ഇൻടു മെറ്റൽ ഓക്സൈഡ്. അങ്ങനെ മെറ്റൽ ഓക്സൈഡ് ആക്കി കഴിഞ്ഞ ശേഷം അതിൽ നിന്ന് ഓക്സിജൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂട്ടബിൾ ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റുമായി ചേർത്ത് ചൂടാക്കണം. ഏതുവരെ ചൂടാക്കണം? എബവ് ദി മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദി മെറ്റൽ അല്ലേ, അതുവരെ ചൂടാക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ സാധാരണ രീതിയിൽ ഈ മെറ്റൽ ഓക്സൈഡിനെ ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കുമ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ റിമൂവ് ചെയ്യപ്പെടാതെ ബാക്കി കിടക്കുന്ന എന്താ പറയുക ഇമ്പ്യൂരിറ്റി ഉരുകിയിട്ട് സെപ്പറേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. കേൾക്കണേ. മെറ്റൽ ഓക്സൈഡ് നിങ്ങളെ കയ്യിൽ കിട്ടി ബൈ കാൽസിനേഷൻ റോസ്റ്റിംഗ്. ഈ കാൽസിനേഷൻ റോസ്റ്റിംഗ് വഴി കിട്ടിയ ഓക്സൈഡ് ഫോമിലുള്ള ഓറിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡ്യൂസിങ് ഏജന്റുമായി ചേർത്ത് ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കാം. അങ്ങനെ ചൂടാക്കുമ്പോൾ റെഡ്യൂസിങ് ഏജന്റിന്റെ കൂടെ ആര് പോകും? ഓക്സിജൻ പോകും. കൂടെ തന്നെ ഈ ഹൈ ടെമ്പറേച്ചറിൽ ഈ ഓറിൽ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ബാക്കി ഇതെന്താ പറയുക, റിമൂവ് ചെയ്യപ്പെടാതെ ബാക്കി കിടക്കുന്ന ഇമ്പ്യൂരിറ്റിയും ഉരുകിയിട്ട് സെപ്പറേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ ചില ഇമ്പ്യൂരിറ്റീസ് ഫ്യൂസിബിൾ ഫോമിലായിരിക്കില്ല, അതായത് ഉരുകുന്ന ഫോമിലായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ, അതായത് അവിടെ ബാക്കി കിടക്കുന്ന ഇമ്പ്യൂരിറ്റി ഉണ്ടല്ലോ, അത് ഉരുകുന്ന രൂപത്തിലായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഈ റിഡക്ഷന്റെ സമയത്ത് എത്ര ചൂടാക്കി കഴിഞ്ഞാലും ആ ബാക്കിയായി കിടക്കുന്ന ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യപ്പെടൂല. അപ്പൊ അതിനെ റിമൂവ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഫ്യൂസിബിൾ ആയിട്ടുള്ള ഫോമിലേക്ക് അതിനെ മാറ്റണം. അതിന് വേണ്ടി നല്ലോണം ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ട് ഈ റിഡക്ഷന്റെ സമയത്ത്, മൂന്നാമത്തെ സ്റ്റെപ്പിലെ രണ്ടാമത്തെ പ്രോസസ് ആയിട്ടുള്ള റിഡക്ഷന്റെ സമയത്ത് റെഡ്യൂസിങ് ഏജന്റിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഒരു സബ്സ്റ്റൻസ് കൂടി ആഡ് ചെയ്യും. കേൾക്കണേ, അഡീഷണൽ ആയിട്ട് ഒരു സബ്സ്റ്റൻസ് കൂടി ആഡ് ചെയ്യും. And that substance is called flexane. മറന്നുകൂടാ, flexane. That substance is called flexane. കൺഫ്യൂഷൻ പാടില്ല. നിങ്ങളുടെ കയ്യിലുള്ളത് മെറ്റൽ ഓക്സൈഡ് ആണ്. മെറ്റൽ ഓക്സൈഡ് നമുക്ക് അതിന് എന്ത് പറയാം? MO എന്ന് വിളിക്കാം തൽക്കാലം, അല്ലെങ്കിൽ MXOY എന്ന് വിളിക്കാം. മെറ്റൽ ഓക്സൈഡ് ആണ്. കാൽസിനേഷൻ റോസ്റ്റിംഗ് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ കയ്യിലുള്ളത് MXOY ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യണം? അതിൽ MX, that means XM ആണ് നിങ്ങൾക്ക് വേണ്ടത്. YO റിമൂവ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? സൂട്ടബിൾ ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് ചേർക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു കാർബൺ, Y കാർബൺ ചേർക്കുന്നു. Y ഓക്സിജൻ റിമൂവ് ചെയ്യാൻ Y കാർബൺ ചേർത്ത് ചൂടാക്കും. അപ്പൊ ഇതാണ് റെഡ്യൂസിങ് ഏജന്റ്. റെഡ്യൂസിങ് ഏജന്റ് എന്ത് ചെയ്യും? മെറ്റലിനെ അവിടെ ബാക്കി വെക്കും അല്ലെ, മെറ്റലിനെ അവിടെ ബാക്കി വെക്കും. ആരെ കൊണ്ടുപോകും? ഓക്സിജനെ കൊണ്ടുപോകും. ഈ കിട്ടുന്ന മെറ്റലിന്റെ പേരെന്താ? ഇതാണ് ക്രൂഡ് മെറ്റൽ. എന്തുകൊണ്ടത് ക്രൂഡ് മെറ്റലായി? കുറെ കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, അതില് രണ്ടാമത്തെ സ്റ്റെപ്പിൽ റിമൂവ് ചെയ്യപ്പെടാതെ ബാക്കി കിടക്കുന്ന ഇമ്പ്യൂരിറ്റി ഉണ്ട്. ആ ഇമ്പ്യൂരിറ്റി സാധാരണ ഫ്യൂസിബിൾ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റി ആണെങ്കിൽ നമ്മൾ ഈ ചൂടാക്കുന്ന സമയത്ത് അത് ഉരുകിയിട്ട് സെപ്പറേറ്റ് ആവും. പക്ഷേ ഇവിടെയുള്ള ഇമ്പ്യൂരിറ്റി ഫ്യൂസിബിൾ അല്ല എങ്കിൽ ബുദ്ധിമുട്ടാണ്, ചൂടാക്കിയിട്ട് കാര്യമില്ല. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് അറിയാവോ? ഈ റെഡ്യൂസിങ് ഏജന്റിന്റെ കൂടെ ഈ റിഡക്ഷന്റെ സമയത്ത് ഒരു സാധനം കൂടി ആഡ് ചെയ്യുന്നു. ദാറ്റ് സബ്സ്റ്റൻസ് ഈസ് ദി ഫ്ലെക്സൈൻ. ആ ഫ്ലെക്സൈൻ നേരെ ശ്രദ്ധിക്കണം. റെഡ്യൂസിങ് ഏജന്റ് ഓക്സിജനെ കൊണ്ടുപോകും. ഫ്ലെക്സ് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യില്ല. ഫ്ലെക്സ് എന്ന് അറിയാം, ഫ്ലെക്സൈൻ ഇതിലുള്ള ഇമ്പ്യൂരിറ്റിയുമായിട്ട് കമ്പൈൻ ചെയ്യും. ഇമ്പ്യൂരിറ്റിയുമായി കമ്പൈൻ ചെയ്യും. എന്നിട്ട് പുതിയൊരു സാധനം ഉണ്ടാകും. And that product is called slag, which is in fusible form.
ഫ്യൂസിബിൾ അല്ലാത്ത ഇമ്പ്യൂരിറ്റീസിനെ ഫ്യൂസിബിൾ ആയിട്ടുള്ള ഫോമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് റിഡക്ഷന്റെ സമയത്ത് റെഡ്യൂസിംഗ് ഏജന്റിന്റെ കൂടെ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് ഫ്ലക്സ്. ദാറ്റ് ഫ്ലക്സ് കമ്പൈൻഡ് വിത്ത് ദി ഇമ്പ്യൂരിറ്റീസ് പ്രസന്റ് ഇൻ ദിസ് ഓക്സൈഡ് metal oxide to form slag, which is a fusible form. Okay, appo ennaanu flux ningal paraya additional substance. Okay, a substance which is added additionally angane paraya additional substance ennaanu additional substance added to metal oxide added to metal oxide along with the reducing agent during the reduction of metal oxide എന്തിന് in order to removing infusible impurities. ഇതാണ് ഫ്ലക്സ്. additional substance added to metal oxide along with the reducing agent during the reduction of metal oxide in order to remove the infusible impurities. Okay, ini appo idile reducing agent impurities ne remove cheyyunnilla. reducing agent idile non metal ne maatrame kondupoകുന്നുള്ളൂ. Okay, ഇനിയാണ് കുഞ്ഞോളെ ഇനി എന്താണ് സ്ലാഗ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ പറയണം flux combined with the infusible impurities, which is GAN, combined with the infusible GAN to form a new product, which is the slag. ഇതാണ് സ്ലാഗ്. അപ്പൊ എന്താണ് സ്ലാഗിന് ക്ലിയർ അല്ലേ? സ്ലാഗ് ഫ്യൂസിബിൾ ആണ്, അത് ഉരുകുന്ന സാധനമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിന്റെ ഇമ്പ്യൂരിറ്റീസ് ഫ്ലക്സുമായി കമ്പൈൻ ചെയ്ത് സ്ലാഗ് ഉണ്ടാവും. ആ സ്ലാഗ് ഈ ടെമ്പറേച്ചറിൽ ഉരുകും. ഈ സ്ലാഗ് ടെമ്പറേച്ചറിൽ ഉരുകും. നമ്മൾ റിഡക്ഷന്റെ സമയത്ത് കൊടുക്കുന്ന ഈ ടെമ്പറേച്ചർ ഉണ്ടല്ലോ, അതിൽ സ്ലാഗ് ഉരുകും. അപ്പോൾ ഉണ്ടല്ലോ, ഈ റിഡക്ഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ഈ പ്രോഡക്റ്റിൽ രണ്ടെണ്ണം മോൾട്ടൺ ഫോമിലായിരിക്കും. ഏതെല്ലാം? മെറ്റൽ മോൾട്ടൺ ഫോമിലായിരിക്കും, അതേപോലെ സ്ലാഗ് മോൾട്ടൺ ഫോമിലായിരിക്കും. രണ്ട് മോൾട്ടൺ ഫോമിലാണ് ഉണ്ടാവുക. മെറ്റൽ മോൾട്ടൺ ഫോമിലാണ്, അതേപോലെ സ്ലാഗും എന്താ പറയുക മോൾട്ടൺ ഫോമിലാണ് ഉണ്ടാവുക. ഓക്കെ, ഈ കാർബൺ ഡൈ ഓക്സൈഡ് അത് വോളറ്റൈൽ ഇമ്പ്യൂരിറ്റി ആണ്, അത് ഗ്യാസ് ആയിട്ട് എസ്കേപ്പ് ചെയ്യും. അപ്പൊ രണ്ട് ലിക്വിഡ് ആണ് അവിടെ ഉണ്ടാവുക. ആ രണ്ട് ലിക്വിഡ് എന്താ പറയുക മിസ്സിബിൾ അല്ല. ഓക്കെ, മിസ്സിബിൾ അല്ല. പിന്നെയോ ഇതിൽ സ്ലാഗിന്റെ ഡെൻസിറ്റി എപ്പോഴും മോൾട്ടൺ മെറ്റലിന്റെ ഡെൻസിറ്റിനേക്കാൾ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ മോൾട്ടൺ മെറ്റൽ താഴെ ഉണ്ടാകും. ആ കണ്ടെയ്നറിന്റെ താഴെ മെറ്റലിന്റെ മോൾട്ടൺ ഫോം ഉണ്ടാകും. അതിന്റെ മുകളിൽ വേറെ തന്നെ ലെയർ ആയിട്ടാണ് ആരുണ്ടാവുക? സ്ലാഗ് ഉണ്ടാവുക. ആ സ്ലാഗിന് നമുക്ക് മെക്കാനിക്കലായിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ആരെ കിട്ടും? മോൾട്ടൺ മെറ്റലിനെ കിട്ടും. ഓക്കെ, അപ്പൊ ക്ലിയർ ആയി എന്താണ് പിന്നെ സ്ലാഗിന്റെ ഇമ്പോർട്ടൻസ് എന്ന് ക്ലിയർ ആയി. ഇനി ഈ ഫ്ലക്സ് രണ്ട് ടൈപ്പിലുണ്ട്. അസിഡിക് ഫ്ലക്സ്, ബേസിക് ഫ്ലക്സ്. ബേസിക് ഫ്ലക്സ്. ഓക്കെ, ഈ ഫ്ലക്സ് സെലക്ട് ചെയ്യുമ്പോൾ കാര്യം ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ എന്താ പറയാ, നമുക്ക് റിമൂവ് ചെയ്യപ്പെടേണ്ട ഗ്യാങ് അസിഡിക് ആണ് എങ്കിൽ അവിടെ ആഡ് ചെയ്യേണ്ട, അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യേണ്ട ഫ്ലക്സ് ബേസിക് ആയിരിക്കണം. ഓക്കെ, തിരിച്ചിട്ട് ഇത് ബേസിക് ആണെങ്കിൽ ഇത് അസിഡിക് ആയിരിക്കണം. ഓക്കെ, എക്സാമ്പിൾ നോക്ക്. അസിഡിക് ഫ്ലക്സിന് എക്സാമ്പിൾ പറയാം. അസിഡിക് ഫ്ലക്സ് എപ്പോഴാണ് ആഡ് ചെയ്യേണ്ടത്? when gang is basic. ഓക്കെ, അപ്പൊ ബേസിക് ആയിട്ടുള്ള ഗ്യാങ് FeO, ഇത് കോപ്പറിന്റെ എക്സ്ട്രാക്ഷന്റെ സമയത്ത്, കോപ്പറിന്റെ ഓറിൽ നിന്ന് കോപ്പറിന്റെ എക്സ്ട്രാക്ഷന്റെ സമയത്ത് സാധാരണ അതിൽ ബാക്കിയാവുന്ന ഇമ്പ്യൂരിറ്റി ഗ്യാങ് ആണ് ഇത് FeO.
ഓക്കെ, ഈ FeO ബേസിക് ആണ്. FeO ബേസിക് ആയിട്ടുള്ള ഗ്യാങ് ആണ്. ബേസിക് ആയിട്ടുള്ള ഗ്യാങ് ആണ്. ഈ ബേസിക് ആയിട്ടുള്ള ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആഡ് ചെയ്യേണ്ട ആസിഡിക് ആയിട്ടുള്ള ഫ്ലക്സ് ആണ് SiO2. SiO2 which is acidic. Okay, acidic flux. ഇത് ബേസിക് ആസിഡിക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടില്ല കേട്ടോ. മെറ്റലിന്റെ ഓക്സൈഡുകളെല്ലാം ബേസിക് ആണ്, നോൺ മെറ്റലിന്റെ ഓക്സൈഡുകൾ അസിഡിക് ആണ്. ഓക്കെ, മെറ്റൽ ഓക്സൈഡുകൾ ബേസിക് ആണ്, നോൺ മെറ്റലിന്റെ ഓക്സൈഡുകൾ അസിഡിക് ആണ്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ, സംശയമില്ലല്ലോ. അപ്പൊ ഇതാണ് ഫ്ലക്സ്, നമ്മൾ ആഡ് ചെയ്യുന്ന ഫ്ലക്സ്. നമ്മൾ ഈ ഫ്ലക്സ് കിട്ടാണെങ്കിൽ പറയുന്നുണ്ട് അതിലേക്ക് മണൽ ആഡ് ചെയ്യും. കോപ്പറിന്റെ എക്സ്ട്രാക്ഷന്റെ സമയത്ത് സാൻഡ് ആഡ് ചെയ്യും. സാൻഡിൽ എന്തുണ്ട്? SiO2 സിലിക്കയുണ്ട്. ഓക്കെ, സിലിക്കൺ ഡയോക്സൈഡ് സിലിക്കയുണ്ട്. FeO ബേസിക് ആണ്, അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്ത ഫ്ലക്സ് ആണ്. ഇത് രണ്ടും നമ്മൾ ഒരു എന്താ പറയാ, സാധാരണ ഒരു പ്രത്യേക ഫർണസിൽ വെച്ചിട്ടാണ് ചൂടാക്കുന്നത്. ആ ഫർണസിന്റെ ഉള്ളിലുള്ള ഹൈ ടെമ്പറേച്ചറിൽ എന്ത് സംഭവിക്കുന്ന അറിയോ? FeO SiO2മായി കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരു സാധനം ഉണ്ടാവും, FeSiO3, ഫെറസ് സിലിക്കേറ്റ്. Okay, then this ferrous silicate is the slag. Okay, ഇത് ഫ്യൂസിബിൾ ആണ്, ഇത് മോൾട്ടൺ ഫോമിൽ നമുക്ക് കിട്ടും. Okay, then അപ്പോൾ മോൾട്ടൺ കോപ്പറിന്റെ മുകളിലായിട്ട് വേറെ തന്നെ ലെയർ ആയിട്ടാണ് ഉണ്ടാവുക, നമുക്ക് അതിനെ റിമൂവ് ചെയ്യാം. ഇനി വേറൊരു എക്സാമ്പിൾ, അതായത് ബേസിക് ആയിട്ടുള്ള ഫ്ലക്സ്. ബേസിക് ഫ്ലക്സ് എപ്പോഴാണ് ബേസിക് ഫ്ലക്സ് ആഡ് ചെയ്യുന്നത്? എപ്പോഴാണോ ഗ്യാങ് അസിഡിക് ആവുന്നത്, അപ്പോൾ അസിഡിക് ഗ്യാങ്ങിന് എക്സാമ്പിൾ ആണ് SiO2. ഇതെപ്പോഴെന്ന് അറിയാം? SiO2 ഗ്യാങ് ആയിട്ട് വരുന്ന എപ്പോഴെന്ന് അറിയാവുക? ഇരുമ്പിന്റെ എക്സ്ട്രാക്ഷനിൽ ഇരുമ്പിന്റെ കൂടെ ഗ്യാങ് ആയിട്ട് പ്രസന്റ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റി ആണ് സിലിക്കൺ ഡയോക്സൈഡ്, സിലിക്ക. അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പിന്നെ എന്താ പറയാ, ഇത് അസിഡിക് ആയിട്ടുള്ള ഗ്യാങ് ആണ്, അസിഡിക് ഗ്യാങ്. ഈ അസിഡിക് ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബേസിക് ഫ്ലക്സ് ആണ് CaO. ഓക്കെ, ഇത് പിന്നെ ഇരുമ്പിന്റെ കേസിൽ നമ്മൾ ഇത് ചെയ്യുന്ന ഒരു പ്രത്യേകതരം ഫർണസിലാണ്, ബ്ലാസ്റ്റ് ഫർണസ്. നമ്മൾ വേറെ പഠിക്കട്ടെ, ഇരുമ്പിന്റെ എക്സ്ട്രാക്ഷൻ പഠിക്കാനുണ്ട്. ബ്ലാസ്റ്റ് ഫർണസിൽ വെച്ചിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. അപ്പൊ ഈ ബ്ലാസ്റ്റ് ഫർണസിൽ CaO കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് കാൽഷ്യം കാർബണേറ്റ് ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ കാൽഷ്യം കാർബണേറ്റ് ഇതാണ് ബേസിക് ആയിട്ടുള്ള ഫ്ലക്സ്. അപ്പൊ ഇത് ചൂടാക്കുന്ന സമയത്ത് കാൽഷ്യം കാർബണേറ്റ് ഡികമ്പോസ് ചെയ്യും, കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആണ്. അതിൽ കാൽഷ്യം ഓക്സൈഡ് SiO2 കമ്പൈൻ ചെയ്യും, CaSiO3 കാൽഷ്യം സിലിക്കേറ്റ് which is a slag. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് സെപ്പറേറ്റ് ചെയ്യപ്പെടും, എസ്കേപ്പ് ചെയ്യും. ഇപ്പൊ മനസ്സിലായി എന്താണ് ഫ്ലക്സ്, എന്താണ് സ്ലാഗ് എന്ന് ക്ലിയർ ആയല്ലോ. അപ്പൊ ഈ ഫ്ലക്സ് ആഡ് ചെയ്യുന്നത് തേർഡ് പ്രോസസ്സിൽ, മെറ്റലർജിക്കൽ പ്രോസസ്സിന്റെ തേർഡ് സ്റ്റെപ്പില്, രണ്ടാമത്തെ എന്താ പറയുക സ്റ്റെപ്പിലാണ്. ഏത്? റിഡക്ഷന്റെ സമയത്താണ്. അപ്പൊ റിഡക്ഷന്റെ സമയത്ത് മെറ്റൽ ഓക്സൈഡിന്റെ കൂടെ ആരെല്ലാം ആഡ് ചെയ്യണം? റിഡ്യൂസിങ് ഏജന്റിനെയും ഫ്ലക്സിനെയും. റിഡ്യൂസിങ് ഏജന്റ് നോൺ മെറ്റലിനെ കൊണ്ടുപോയിക്കോളും, അതേസമയം അതിൽ ഫ്യൂസിബിൾ അല്ലാത്ത ഇൻഫ്യൂസിബിൾ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഫ്ലക്സ് സഹായിക്കും. ഓക്കെ, ഇനി മെറ്റലർജിക്കൽ പ്രോസസ്സിന്റെ 4ാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുന്നു. ഓക്കെ.